ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട 20 ഫെബ്രുവരി 2024 പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഹെഡ്ക്വാർട്ടർ സദേൺ കമാൻഡിൻ്റെ കീഴിലുള്ള ECHSൻ്റെ റീജിയണൽ സെൻറ്ററുകൾ ഓൺലൈൻ മെഡിക്കൽ ബില്ലുകൾക്കായുള്ള ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് സമയത്ത് നൽകുന്നില്ല. ഇതുമൂലം നമ്മൾ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. സ്പർ സർവീസ് സെൻ്ററുകളെ സംബന്ധിച്ച് വന്ന സംശയങ്ങളും മറുപടിയും. DADR 50% വർദ്ധിച്ചത് 1 ജനുവരി 2024 മുതൽ നൽകാനായി RBIയുടെ സർക്കുലർ വന്നിരിക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡയുടെ DSP അക്കൗണ്ട് ഹോൾഡേഴ്സായ വിമുക്ത ഭടന്മാർക്ക് 40 ലക്ഷം രൂപയുടെ ആക്സിഡൻ്റൽ ഡെത്ത് ഇൻഷുറൻസ്, വീർ നാരീസിനും 40 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ, പ്രധാനമന്ത്രി ജൻ ഔഷധി പരിയോജന സ്കീമിൻ്റെ കീഴിൽ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങുന്നതിനായി വിമുക്ത ഭടന്മാർക്ക് പ്രത്യേക ഇൻസെൻറ്റീവ് ഗ്രാൻറ്റ് ലഭിക്കും. സ്ക്രീനിൽ കാണുന്നത് ഹെഡ്ക്വാർട്ടർ സദേൺ കമാൻഡ് 15 ഫെബ്രുവരി 2024 ECHS റീജിയണൽ സെൻറ്ററുകൾക്ക് അയച്ച ലെറ്ററാണ്. ഇതിൽ നമ്മുടെ ECHS റീജിയണൽ സെൻറ്ററുകളായ കൊച്ചിയും ട്രിവാൻഡ്രവും ഉൾപ്പെടുന്നു. ഈ ലെറ്റർ അനുസരിച്ച് സദേൺ കമാൻഡിൻ്റെ അണ്ടറിലുള്ള എല്ലാ റീജിയണൽ സെൻറ്ററുകളും തങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ വിവരങ്ങൾ എല്ലാ മാസവും നൽകേണ്ടതാണ്. എന്നാൽ റീജിയണൽ സെൻറ്ററുകൾ ഇത് സമയത്ത് നൽകുന്നില്ല. ഇതുമൂലം വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും ഓൺലൈൻ ബില്ലിൽ കാലതാമസമെടുക്കുകയും ഇത് അവരുടെ ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളുടെ തടസ്സങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച പരാതികൾ വരികയും ചെയ്യും. ആയതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് ഫണ്ട് സ്റ്റേറ്റ് എല്ലാ മാസവും 1-ാം തീയതിക്കകം നൽകേണ്ടതാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റീജിയണൽ സെൻറ്ററുകളുടെ ഉത്തരവാദിത്വമില്ലായ്മ മൂലമാണ് ECHSൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലുകളുടെ ബില്ലുകൾ പെൻഡിംഗ് ആകുന്നതും നമ്മുടെ ചികിത്സ നിഷേധിക്കപ്പെടുന്നതും. കഴിഞ്ഞ വീഡിയോയിൽ സ്പർ സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെപ്പറ്റി വിശദീകരിച്ചിരുന്നു. സ്പർ സേവന കേന്ദ്രങ്ങളുടെ ഡീറ്റെയിൽസ് പലരും ചോദിച്ചിരുന്നു. സ്പർശിൻ്റെ മുകളിൽ പറഞ്ഞ സേവന കേന്ദ്രങ്ങൾ മാർച്ച് മാസത്തോടെ മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോഴുള്ള സർവീസ് സെൻറ്ററുകളായ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ മതിയായ സേവനം നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ CDOയുടെ കീഴിൽ വരുന്ന സ്പർ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടാനാണ് സാധ്യത. ജനുവരി മാസം മുതൽ വർദ്ധിക്കേണ്ട DADR 4% ടോട്ടൽ DADR 50% ആയതായും ഫെബ്രുവരി മാസത്തെ പെൻഷനൊപ്പം നൽകാനും RBI 6 ഫെബ്രുവരി 2024 സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് RBIയുടെ എംപ്ലോയീസിന് ഈ മാസം പുതുക്കിയ DADRഉം അരിയേഴ്സും ലഭിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് 50% DADRൻ്റെ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാകാനാണ് സാധ്യത. ബാങ്ക് ഓഫ് ബറോഡയുടെ DSP അക്കൗണ്ട് ശൗര്യക സമ്മാൻ മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് മികച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ: 0 ബാലൻസ് അക്കൗണ്ടാണ്. ആക്സിഡൻ്റൽ ഡെത്ത് ഇൻഷുറൻസ് കവറേജ് 40 ലക്ഷം ആണ്. SBIക്ക് ഇത് 30 ലക്ഷം മാത്രമാണ്. അതോടൊപ്പം വീർ നാരീസിനും ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജായി 40 ലക്ഷം ലഭിക്കും. അതോടൊപ്പം യോധ ഡെബിറ്റ് കാർഡിന് 10 ലക്ഷത്തിൻ്റെ അഡീഷണൽ കവറേജ് ലഭിക്കും. യോധ ക്രെഡിറ്റ് കാർഡിന് 20 ലക്ഷത്തിൻ്റെ അഡീഷണൽ കവറേജ് ലഭിക്കും. ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നും ക്യാഷ് വിഡ്രോവൽ ഫ്രീ ആയി നടത്താൻ സാധിക്കും. പ്രധാനമന്ത്രി ജൻ ഔഷധി പരിയോജന സ്കീമിൻ്റെ കീഴിൽ വിമുക്ത ഭടന്മാർക്ക് സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ലഭിക്കും. ഇതിൽ അപ്ലൈ ചെയ്യാനും മറ്റു വിവരങ്ങളും DGR അഥവാ ഡയറക്ടർ ജനറൽ ഓഫ് റീസെറ്റിൽമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.